അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഈ കഴിഞ്ഞ ജനുവരി 26 കൊപ്രക്കളത്ത് വെച്ച് നടന്ന KNMൻ്റെ രഹസ്യമായ പിന്തുണയോടും സപ്പോർട്ടോടും കൂടി ഒരു ദുർമന്ത്രവാദിയായിരുന്ന കൂരിയാട് ഉസ്താദ് എന്ന പേരിൽ കുപ്രസിദ്ധനായ സാജിദ് തിരൂരങ്ങാടി നടത്തിയ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിന് അദ്ദേഹം പറയുന്ന ചില വാദഗതികൾക്ക് മറുപടി പറയാനാണ് നമ്മൾ ഇതുപോലെ ഒരു വോയിസിൽ വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ സാജിദ് തിരൂരങ്ങാടി എന്ന് പറയുന്ന കുപ്രസിദ്ധനായ ദുർമന്ത്രവാദി, അദ്ദേഹത്തിൻ്റെ റുഖിയ ശറയ്യയുടെ മറവിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അപകടം പിടിച്ച ചികിത്സാ രീതിയുടെ ലക്ഷണങ്ങൾ കണ്ട നാൾ മുതൽ തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അദ്ദേഹത്തെ എടുത്ത് പുറത്തിടുകയും അദ്ദേഹം പിന്നീട് KNM പള്ളിയിൽ 5-6 കൊല്ലമായി അവിടെ ഖത്തീബായി സേവനമനുഷ്ഠിക്കുകയും, എന്നാൽ അതേസമയം KNMലെ ഹനീഫ് കായക്കുടിയെ പോലുള്ള ആളുകൾ ഇവൻ ദുർമന്ത്രവാദിയാണ് എന്ന് പരസ്യമായി പറയുകയും ഇവൻ്റെ ഷിർക്കൻ ദുർമന്ത്രവാദത്തെ പുറത്ത് പരസ്യമായി വിമർശിക്കുകയും അകത്ത് രഹസ്യമായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് ഈ ദുർമന്ത്രവാദി തന്നെ വ്യക്തമാക്കിയ വോയിസ് ക്ലിപ്പുകൾ നമ്മൾ മുമ്പ് കേൾപ്പിച്ചതാണ്. അങ്ങനെ അതിൻ്റെ വൈരുദ്ധ്യം ആ പള്ളിയിലുള്ള ആളുകളോട് തുറന്നു പറഞ്ഞിട്ട് പോലും അവരതൊക്കെ അറിഞ്ഞിട്ടും അത് അവർക്ക് നമ്മളോടൊരു മുഹബ്ബത്ത് എന്നായിരുന്നു അന്ന് സാജിദ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെതിരിൽ ഈ ദുർമന്ത്രവാദിയെ ഉപയോഗിച്ച് ഇവരുടെ ആദർശപാപ്പരത്വം കൊണ്ടാണ് ഇങ്ങനെ ഈ ദുർമന്ത്രവാദിയെ റോട്ടിലിറക്കി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ എതിരിൽ ഈ ദുർമന്ത്രവാദി ചെയ്തത് മുഴുവനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ തലയിൽ വെച്ച് കെട്ടി ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തനതായ ആദർശത്തിന് മുകളിൽ മണ്ണുവാരിയിടാം എന്നാണ് KNMകാരായ ആളുകൾ വിചാരിക്കുന്നത്. അത് കേവലം ഒരു വ്യാമോഹം മാത്രമാണ് എന്ന് സൂചിപ്പിക്കട്ടെ. ഏതായിരുന്നാലും എന്തുകൊണ്ടാണ് KNM ഇപ്പോഴും ഈ സാജിദ് തിരൂരങ്ങാടിയെ സ്വകാര്യമായി രഹസ്യമായി പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്? ഇതിപ്പം പരസ്യമായ രഹസ്യമല്ലേ. ഈ കൊപ്രക്കളത്ത് വെച്ച് നടന്ന പരിപാടി KNMകാരാണ് എല്ലാവിധ പിന്തുണയും നൽകിയത് എന്ന്. എന്നാൽ ഏതെങ്കിലും ഒരു KNMകാരൻ അവിടെ ആ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടോ? ഇല്ല. KNM എന്ന ബാനറിൽ അദ്ദേഹത്തിന് പരിപാടി സംഘടിപ്പിച്ചോ? ഇല്ല. എന്തുകൊണ്ട്? കാരണം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എടുത്ത് പുറത്തിട്ട ഈ നാറിയ മന്ത്രവാദ ചികിത്സ അത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അഭയം കൊടുത്തതാരാ? KNMകാരനാണ്. KNM പള്ളിയിലാണ്. അദ്ദേഹം ആ കാലയളവിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ ദുർമന്ത്രവാദ പ്രവർത്തനങ്ങളുടെ കണക്കുകൾ നമ്മുടെ റഷീദ് കുറ്റിപ്പുറം എന്ന് പറയുന്ന KNM പ്രവർത്തകൻ, KNMലെ മഹാഭൂരിപക്ഷം ആളുകളും ഈ സാജിദ് തിരൂരങ്ങാടിയുടെ അടുത്ത് റുഖിയ ശറയ്യ ചെയ്യിപ്പിക്കാൻ പോയിട്ടുണ്ട് എന്ന് ഈ റഷീദ്, KNMകാരനായ റഷീദ് തന്നെ പരസ്യമായി വിളിച്ചു പറയുന്നുണ്ട്. അത് തന്നെ സാജിദ് തന്നെ പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് KNMകാരനായ ഒരു വലിയ സിംഹഗർജം കുത്തുബ നടത്തുന്ന ഒരു പള്ളിയിലെ ഒരാൾ അവരുടെ വീട്ടിലൊരു പെണ്ണിനെ ഇന്നുപോലും എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു എന്ന് പറയുന്നൊരു വോയിസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ KNM ഈ ദുർമന്ത്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാവിധ രഹസ്യ പിന്തുണയും നൽകി. പക്ഷേ പരസ്യമായി ഇതെല്ലാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ തലയിൽ കെട്ടിവെച്ച് കൈ കഴുകി തൻ്റെ ഒരു തൗബയിലൂടെ അല്ലെങ്കിൽ ഒരു കുമ്പസാരത്തിലൂടെ തൻ്റെ ഈ ചെയ്തികൾ മുഴുവൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ തലയിൽ കെട്ടിവെച്ച് തൻ്റെ കൈ കഴുകി രക്ഷപ്പെടാമെന്നാണ് ഈ വിദ്വാൻ വ്യാമോഹിക്കുന്നത്. എന്നാൽ അതൊരിക്കലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അനുവദിക്കില്ല. അങ്ങനെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ വാദഗതികളെ തല്ലി തകർത്ത് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മാർഗദർശനം നൽകി ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയും എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള ചില വാദഗതികളും അതിനുള്ള ചില മറുപടികളും ചിലതൊക്കെ അദ്ദേഹത്തെ കൊണ്ട് തന്നെ നമുക്ക് മറുപടി പറയിപ്പിക്കാം. അത് പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കുകയും ചെയ്യാം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് അബദ്ധജടിലമായ വിശ്വാസങ്ങളും അപകടകരമായ ചില ചികിത്സാരീതികളും നിലനിർത്തിക്കൊണ്ട്
മുന്നോട്ട് പോയ സന്ദർഭത്തിൽ അവരെ പ്രമാണത്തിലേക്ക് തിരിച്ചു വിളിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ രൂപത്തിൽ രംഗത്ത് വന്നതിൻ്റെ ഭാഗമായി മഹത്തായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിത സഭയായ കേരള ജംഇയ്യത്തുൽ ഉലമ അവരുടെ പ്രവർത്തനത്തിനെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് 2012 പുറത്താക്കി. സഹോദരന്മാരെ, ഈ ദുർമന്ത്രവാദി കൂരിയാട് ഉസ്താദ് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും അബദ്ധജടിലമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിയതിൻ്റെ പേരിലാണോ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ രൂപീകരിച്ചത് എന്ന് നമുക്ക് ഈ കൂരിയാട് ഉസ്താദിൻ്റെ ഈ നുണപ്രചരണത്തിനും കള്ളപ്രചരണത്തിനും മറുപടി പറയാൻ പഴയ സാജിദ് തിരുരങ്ങാടിയെ നമുക്കിവിടെ കൊണ്ടുവരാം. അദ്ദേഹം സാജിദ് തിരുരങ്ങാടി വളരെ കൃത്യമായി എന്താണ് ഈ പ്രസ്ഥാന രൂപീകരണത്തിൻ്റെ പശ്ചാത്തലം എന്ന് നിങ്ങൾക്ക് കൃത്യമായി വിശദീകരിച്ചു തരും. സഹോദരങ്ങളെ, ഇവിടെ ഈ മഹത്തായ പ്രസ്ഥാനത്തെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കയ്യിലാക്കുകയും എന്നിട്ട് നിലനിൽപ്പിന് വേണ്ടി മുവഹിദുകൾക്ക് നേരെ ശിർക്ക് ആരോപിച്ച് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൽ നിസ്വാർത്ഥമായി അംഗങ്ങളാകുന്ന പ്രവർത്തകർക്ക് നേരെ അനവധി കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ട് മുജാഹിദുകളെ തമ്മിലടിപ്പിച്ച് ചേരിതിരിവുണ്ടാക്കി ഈ മഹത്തായ സംഘടനാ സംവിധാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ഈ പ്രസ്ഥാനത്തിനകത്ത് പലയിടങ്ങളിലും വേദി കെട്ടിക്കൊണ്ട് ദുരുപയോഗം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, അപ്പോൾ എന്താണ് ഈ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ പശ്ചാത്തലം എന്നത് ആ സംസാരത്തിൽ വളരെ വ്യക്തമാണ്. ഒരു പറ്റം മുവഹിദുകളായിട്ടുള്ള നിസ്വാർത്ഥരായ പ്രവർത്തകർക്ക് നേരെ കുപ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും ശിർക്കാരോപണങ്ങളും അഴിച്ചുവിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തിയ ആളുകൾ രംഗത്ത് വന്നതുകൊണ്ടാണ് ഈ പ്രസ്ഥാന രൂപീകരണത്തിന് പശ്ചാത്തലം ഒരുങ്ങിയത്. അല്ലാതെ അന്ധവിശ്വാസങ്ങളോ അബദ്ധജടിലമായ ആശയങ്ങളോ അന്ന് നമ്മളാരും വെച്ചു പുലർത്തിയത് കൊണ്ടായിരുന്നില്ല. പക്ഷേ ആരോപണം അന്ധവിശ്വാസമാണ്, അബദ്ധജടിലമായ വിശ്വാസമാണ്, ശിർക്കാരോപണം ആണ് അവരന്ന് നടത്തിയിരുന്നത്. ഏതുപോലെ മടവൂരികൾ നടത്തിയിരുന്നത് പോലെ. മടവൂരികൾ നടത്തിയപ്പോൾ അന്ന് മറുപടി പറഞ്ഞത് ആരായിരുന്നു? അനസും ഹനീഫയൊക്കെ ആയിരുന്നു. പിന്നീട് ഈ അലിമദനിയുടെയും കരിമ്പിലാക്കലയുടെയും ആരോപണം ഏറ്റെടുത്ത് അതേപോലെ വള്ളി പുള്ളി തെറ്റാതെ അത് കാണാതെ പഠിച്ചിട്ട് നമുക്ക് നേരെ തിരിഞ്ഞു അനസും ഹനീഫയും. അന്ന് അവർക്ക് മറുപടി പറഞ്ഞത് ആരായിരുന്നു? ഈ സാജിദ് തിരുരങ്ങാടിയായിരുന്നു. പക്ഷേ പിന്നീട് ഈ സാജിദ് തിരുരങ്ങാടി ദുർമന്ത്രവാദ വേഷമണിഞ്ഞ് കുറേ കാലം കഴിഞ്ഞെങ്കിലും പിന്നീട് ഇപ്പം അതൊക്കെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അനസും ഹനീഫയും എങ്ങനെയാണോ അലിമദനിയുടെയും കൈമ്പിലാക്കലിൻ്റെയും വാദം ഏറ്റെടുത്ത് പറഞ്ഞത് അതേപോലെ അനസിൻ്റെയും കായക്കൊടിയുടെയും വാദം ഏറ്റുപിടിച്ചുകൊണ്ട് ഇപ്പോൾ അതാ മുജാഹിദുകൾക്ക് നേരെ വന്ന് ആ പണിയൊക്കെ ഈ മുസ്ലിയാരും ചെയ്യുന്നുണ്ട്, ഈ ദുർമന്ത്രവാദിയും ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. അന്ന് അവർ അയച്ചുവിട്ട ദുഷ്പ്രചരണങ്ങളും കുപ്രചരണങ്ങളും ശിർക്കാരോപണവും വള്ളി പുള്ളി തെറ്റാതെ ഈ സാജിദ് തിരുരങ്ങാടിയും ചെയ്യുന്നു എന്നതാണ് നമുക്ക് കൃത്യമായി. അതിന് ഈ സാജിദ് തിരുരങ്ങാടി അന്ന് പറഞ്ഞ മറുപടി കേൾപ്പിച്ചാൽ മതി, വേറൊരാളതിന് മറുപടി പറയേണ്ട കാര്യമില്ല. പക്ഷേ അനസ് മുസ്ലിയാർ എന്ന് പറയുന്നിടത്തൊക്കെ സാജിദ് ദുർമന്ത്രവാദി അല്ലെങ്കിൽ കൂരിയാട് ഉസ്താദ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കേൾക്കണം. അപ്പോൾ അതിൽ കൃത്യമായ ക്ലാരിറ്റി നിങ്ങൾക്ക് വരും. അതുകൊണ്ട് സാജിദ് തിരുരങ്ങാടി തുടരട്ടെ. പക്ഷെ നിങ്ങളിത് മാത്രം കരുതിയാൽ മതി. ഈ പറഞ്ഞ സംഗതികൾക്കൊക്കെ ഇന്ന് കൊപ്രക്കളത്ത് വന്ന ഒരുവിധം വിഷയങ്ങൾക്കൊക്കെ ആര് മറുപടി പറയുന്നുണ്ട്? സാജിദ് തിരുരങ്ങാടി. അന്ന് അനസ് മുസ്ലിയാറിന് മറുപടി പറഞ്ഞത് ആണെങ്കിൽ പോലും ഇന്നത്തെ സാജിദ് തിരുരങ്ങാടി അഥവാ കൂരിയാട് ഉസ്താദ് ദുർമന്ത്രവാദിക്കുള്ള മറുപടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങളൊന്ന് കേട്ടോക്ക്. ആ കുപ്രചരണങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളത് അനിവാര്യമായ ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ അതിനുവേണ്ടി സഹോദരങ്ങളെ സമയം ചെലവഴിച്ച് ആ വിമർശനങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് പ്രാമാണികമായി തത്തുല്യമായ രീതിയിൽ തന്നെ മറുപടി നൽകി മുന്നോട്ട് പോകുവാനാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ പരിപാടി ഇവിടെ
സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ആമുഖത്തിൽ ഉണർത്തുകയാണ്. ഹൈ, എന്താ ക്ലിയർ! അന്ന് ദുഷ്പ്രചരണങ്ങളും കുപ്രചരണങ്ങളും അഴിച്ചുവിട്ട ആളുകൾക്കെതിരെ പ്രമാണബദ്ധമായി മറുപടി പറയാൻ സമയം മാത്രമല്ല സമ്പത്തും ചെലവഴിച്ച് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വേദിയിൽ വെച്ച് ഈ സാജിദ് തിരൂരങ്ങാടി അന്ന് കൊടുത്ത മറുപടി ഇന്ന് ദുഷ്പ്രചരണങ്ങളുമായി വരുന്ന സാക്ഷാൽ സാജിദ് ദുർമന്ത്രവാദിക്കുള്ള മറുപടിയാണ്. അത് തന്നെ മതി, ഇനി വേറൊരു സമയവും സമ്പത്തും ഈ ചങ്ങാതിക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ കേരളത്തിലുടനീളം മുജാഹിദ് മഹല്ലുകളിൽ വന്ന് മുജാഹിദുകൾക്കിടയിൽ സഹോദരങ്ങളെ ജിന്ന് വിവാദം കടത്തിക്കൊണ്ടുവന്ന് നമുക്കില്ലാത്ത വാദം നമ്മുടെ മുതുകിൽ കെട്ടിവെച്ച് ഈ സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിലെ തന്നെ പുരോഹിതന്മാരും അതുപോലെ തന്നെ അന്യമത വിഭാഗങ്ങളിലെ വ്യത്യസ്തമായ ചിന്താധാരകളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളും വെച്ചു പുലർത്തുന്ന അബദ്ധമായ ചില പ്രാകൃതമായ ചില വിഷയങ്ങൾ, അതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഈ ജിന്നുവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് അനസ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തി. കാട്ടിലെ സഹോദരന്മാരെ, ഇതര മത ചിന്താധാരകൾക്കിടയിൽ പ്രാകൃതമായി കൊണ്ടു നടക്കുന്ന ചില വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ നമുക്കില്ലാത്ത വാദം നമ്മുടെ പേരിൽ ആരോപിച്ചുകൊണ്ടാണ് അന്ന് അനസ് മുസ്ലിയാർ രംഗത്ത് വന്നിരുന്നത്. എന്നാൽ ഇന്ന് അതേ അനസ് മുസ്ലിയാർ ചെയ്യുന്ന പണി ഇന്ന് ആരാ ചെയ്യുന്നത്? ഈ സാജിദ് തിരൂരങ്ങാടിയാണ്. ഇത് സഹോദരന്മാരെ, നമ്മൾക്ക് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹദീസ് നിഷേധത്തിനെതിരിൽ സംസാരിച്ച CN അഹമ്മദ് മൗലവിക്ക് ചേകനൂർ മൗലവിക്ക് CN അഹമ്മദ് മൗലവി എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറുപടി പറഞ്ഞ ആളുകൾ തന്നെ പരസ്പരം ഈ ആദർശത്തിൽ നിന്ന് പുറത്തു ചാടിപ്പോയ ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല. അബ്ദുസലാം സുല്ലമി ഹദീസ് നിഷേധികൾക്ക് മറുപടി പറഞ്ഞവരാണ്, പക്ഷേ ഹദീസ് നിഷേധമായി രംഗത്ത് വന്നു. എന്നതുപോലെ ഈ പ്രാകൃതമായ ചികിത്സാ രീതി നമുക്കില്ല, ഇസ്ലാഹി പ്രസ്ഥാനത്തിനില്ല എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞിരുന്ന ഈ സാജിദ് തിരൂരങ്ങാടി തന്നെ പിന്നീട് ഈ പ്രാകൃതമായ ദുർമന്ത്രവാദത്തിൽ കൂപ്പുകുത്തുന്ന അവസ്ഥയാണുണ്ടായത്. എന്നിട്ട് ഇപ്പോൾ അതെല്ലാം കൂടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മണ്ടയിൽ കയറ്റി വെക്കാനാണ് ആരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സാജിദ് തിരൂരങ്ങാടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതുപോലെ അനസ് മുസ്ലിയാർ പണ്ട് ശ്രമിച്ചതുപോലെ. ഹദീസ് നിഷേധികൾക്കും ഈ ആരോപണങ്ങൾക്കൊക്കെ പണ്ട് മറുപടി പറഞ്ഞിരുന്ന അനസ് മുസ്ലിയാർ അതേ ആരോപണം ഏറ്റുപിടിച്ച് മുജാഹിദുകൾക്ക് മറുപടി പറഞ്ഞതുപോലെ ഇന്ന് ഈ സാജിദ് തിരൂരങ്ങാടിയും ഇത്തരം കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ, ഇസ്ലാഹി പ്രസ്ഥാനത്തെ, മുജാഹിദ് പ്രസ്ഥാനത്തെ കരുവാക്കാനും ചളിവാരിത്തെറിയാനും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. അങ്ങനെ ഈ ദുഷ്പ്രചരണങ്ങൾക്ക് മറുപടി പറയാൻ വേറെ ഒരുത്തൻ്റെ ആവശ്യമില്ലാത്ത വിധം കൃത്യമായും വ്യക്തമായും അന്ന് മുജാഹിദ് വേദിയിൽ വെച്ച് മറുപടി പറഞ്ഞ സാജിദ് തിരൂരങ്ങാടിയുടെ ഈ മറുപടി അവൻ്റെ മൂർധാവിലാണ് ചെന്ന് കൊള്ളുന്നത് എന്ന യാഥാർത്ഥ്യം സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിയുക. ഇത്രമാത്രം അള്ളാഹു നമ്മെ സംരക്ഷിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നവർക്ക് നേരെ അവരുടെ നാവ് കൊണ്ട് തന്നെ നമുക്കെതിരെ നമ്മുടെ വാദങ്ങളെ സമർത്ഥിക്കുന്ന രൂപത്തിൽ പറഞ്ഞു പോയ വാക്കുകൾ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്ന അനുഗ്രഹമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഓർക്കുന്നത്. അൽഹംദുലില്ലാഹ്. ആ വ്യക്തിക്ക് കേരള നേതൃത്വ മുജാഹിദീനിന്റെ ബാനർ, അതിന്റെ വേദി പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഹോദരങ്ങളെ ഈ ശിർക്ക് പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന അതിന്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരലോകത്തെ കൃത്യമായി ഓർക്കണം. കേട്ടില്ലേ സഹോദരന്മാരെ? ഇവിടെ ഈ സാജിദ് തിരൂരങ്ങാടി അന്ന് പരലോകത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഓർമ്മയുള്ള കാലത്ത് ഈ ചങ്ങാതി പ്രസംഗിച്ചതാണ് അനസ് മുസ്ലിയാരോട്. അനസ് മുസ്ലിയാരെ, നിങ്ങൾ പരലോകത്തെക്കുറിച്ച് ഓർക്കണം. ഈ ദുഷ്പ്രചരണങ്ങളിൽ നിന്നും കുപ്രചരണങ്ങളിൽ നിന്നും ശിർക്കാരോപണങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കണം. നിങ്ങൾ പരലോകത്തെക്കുറിച്ച് ഓർക്കണം എന്ന് അന്ന് ഈ സാജിദ് തിരൂരങ്ങാടി അനസ് മുസ്ലിയാരെ ഓർമ്മപ്പെടുത്തിയ അതേ ആയത്ത് ഇന്ന് കൊപ്രക്കളത്ത് വെച്ചുകൊണ്ട് മുജാഹിദുകൾക്കെതിരെ ദുരാരോപണങ്ങളും ദുഷ്പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സാജിദ് തിരൂരങ്ങാടി, നീ ഒന്നുകൂടെ കേട്ടോ. വിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് പറയുന്ന ആളെ നിങ്ങൾ നോക്കേണ്ട സഹോദരന്മാരെ. വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും ആശയങ്ങളും അർത്ഥങ്ങളും അന്ന് ദുഷ്പ്രചരണങ്ങളുമായി രംഗത്ത് വന്ന ആളുകൾക്ക് സാജിദ് തിരൂരങ്ങാടി കൊടുത്ത ആ മറുപടി നിങ്ങൾ ഇതാ ഇന്ന് സാജിദ് തിരൂരങ്ങാടിക്ക് തന്നെ നമ്മൾ ഇതാ പ്രസന്റ് ചെയ്യുകയാണ്. കേട്ടോ, കാതു കൂർപ്പിച്ച് കേട്ടോ. പടച്ച തമ്പുരാന്റെ ദർബാറിൽ ഒറ്റക്ക് വിചാരണ ചെയ്യപ്പെടുന്നതിനെ ചിന്തിക്കണം.
കാരണം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അല്ലാഹു തആല പറയുന്നു, വിശുദ്ധ ഖുർആനിൽ അവസാനമായി അവതരിപ്പിക്കപ്പെട്ട ആയത്ത് എന്താണ് പറയുന്നത്? നിങ്ങളെ റബ്ബിന്റെ സന്നിധിയിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. കാരണം ആ ദിവസത്തിന്റെ പ്രത്യേകത, നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം കൃത്യമായി നിങ്ങൾക്ക് നൽകുന്ന ലോകമാണ്. വഹും ലാ യുദ്ലമൂൻ. ഒരു തരിമ്പ് പോലും നിങ്ങളോട് അനീതി കാണിക്കുകയില്ല. അവ നീതിയുക്തമായ വിചാരണ അല്ലാഹു തആല പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ കർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം പടച്ച തമ്പുരാൻ നൽകും. ആ ഒരു ചിന്ത ഇല്ലാത്ത ആളുകളെ അന്ധമായി തക്ലീദ് ചെയ്തുകൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള വേദികൾ നൽകി ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന്റെ വിരിമാറ് കീറിമുറിച്ച് ആദർശ രംഗത്ത് ഒരുമിച്ച് നിൽക്കുന്ന മുജാഹിദുകൾക്കിടയിൽ ചിത്രതയുണ്ടാക്കുന്ന പ്രവർത്തനം വളരെ മാരകമായ തിന്മ വിതക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങുന്ന കാര്യമാണ് എന്ന് ആമുഖത്തിൽ തന്നെ ഞാൻ ഉണർത്തുകയാണ്. കാരണം യാതൊരു ലജ്ജയുമില്ലാതെ, ഒരു തരിമ്പ് ഈമാനിന്റെ അംശമില്ലാതെ, പടച്ചറബിനെ പറ്റി യാതൊരു ഭയവുമില്ലാതെ സഹോദരങ്ങളെ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന് തൗഹീദിന് വേണ്ടി ഘോരഘോരം ശബ്ദിച്ച, ഹദീസ് നിഷേധികൾക്കെതിരെ ശക്തമായി മറുപടി പറഞ്ഞ് മുന്നോട്ട് പോയ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വികലമായ രാഷ്ട്രീയ നിലപാടുകളെ പ്രമാണമുദ്ധരിച്ചു ഖണ്ഡിച്ചിരുന്ന അനസ് മുസ്ലിയാർ ഇന്ന് ആ പ്രവർത്തന ഗോതയിൽ നിന്നെല്ലാം മാറി മുജാഹിദുകൾക്ക് നേരെ വന്ന് അദ്ദേഹം ഇവിടെ പരാമർശിച്ച ചില വിഷയങ്ങൾ നമ്മൾ അഭിനവ സാമരികൾ എന്നാണ്. എത്ര ക്ലിയറായ മറുപടിയാണ്. അന്ന് അനസ് മുസ്ലിയാർക്കാണെങ്കിൽ ഇന്ന് അത് സാജി തിരൂരങ്ങാടിക്കും കൂടി ബാധകമാണ്. അപ്പോൾ വളരെ കൃത്യമായി യാതൊരു ഈമാനിൻ്റെ തരിമ്പ് പോലുമില്ലാതെ തനി മുനാഫിക്കിൻ്റെ പ്രവർത്തനങ്ങളുമായി ഈ കൊപ്രക്കളത്ത് വന്നിട്ട് മുജാഹിദ് പണ്ഡിതന്മാർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങളും ചില സാഹചര്യ തെളിവുകളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന അതിൻ്റെ വസ്തുതകളൊക്കെ എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കും വഴിയെ നിങ്ങൾക്കത് കേൾക്കാം. പക്ഷേ ഇത്തരം ദുരാരോപണങ്ങളും കുപ്രചരണങ്ങളും നിങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഇവിടെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുജാഹിദുകളെ, ഈ മുജാഹിദ് പ്രവർത്തനത്തെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെള്ളി വെളിച്ചത്തിൻ്റെ മുകളിൽ നിങ്ങൾ മണ്ണുവാരി ഇടാമെന്ന് വിചാരിച്ചാൽ ഇതാ ഇതുപോലെ നിങ്ങളുടെ തന്നെ മുൻകാല പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് വിനയായി വരും. നിങ്ങൾക്ക് മറുപടി പറയും. അത് സമൂഹത്തിൽ കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ആ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ അനസ് മുസ്ലിയാർ എന്നത് മാറ്റിയിട്ട് നിങ്ങൾ സാജി തിരൂരങ്ങാടി എന്നാക്കിയാൽ നിങ്ങൾ തന്നെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ എന്നെക്കാൾ ഉത്ഭുതരാണ്, ഈ വിഷയത്തിൽ അറിവുള്ളവരാണ്, മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് ഞാൻ ഇനി അതൊരു വിശദീകരിക്കുന്നില്ല, സമയദൈർഘ്യം ഭയന്നുകൊണ്ട്. അതുപോലെ നാം ജൂതറബ്ബിമാരാണെന്നാണ്. അതുപോലെ തന്നെ മനുഷ്യരുടെ പേരിൽ അനവധി സംഘടനകൾ ഇവിടെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു ജിന്നിന്റെ പേരിൽ ഒരു വിഭാഗം സംഘടന ഉണ്ടാക്കിക്കൊണ്ട് ജിന്നുവാദികളായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുകയും അനവധി വ്യക്തികളെ വളരെ മോശമായ രൂപത്തിൽ പരിഹാസ്യമയമാക്കിക്കൊണ്ട് സഹോദരങ്ങളെ കടന്നു പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ അനസ് മുസ്ലിയാരുടെ കപടമുഖം ഇവിടെ ഈ അവസരത്തിൽ പറിച്ചു ചീന്താൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു കാലത്ത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാണിക്യ കൊട്ടാരത്തിൽ ആദർശരംഗത്ത് തുറച്ചു നിന്ന കാലത്ത് അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആ മഹത്തായ ആദർശ പ്രസ്ഥാന രംഗത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്തിരുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ ഇന്ന് താൽക്കാലികമായ ദുനിയാവിന്റെ ചുരുങ്ങിയ ലാഭങ്ങൾക്ക് വേണ്ടി പാരത്രിക ലോകത്തെ ശാശ്വതമായ വിജയം വലിച്ചെറിഞ്ഞ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ മുൻഗാമികളായ പണ്ഡിതന്മാർ സലഫുസ്വാലികളുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് അവരെ പുലർത്തിപ്പോന്നിരുന്ന ആദർശങ്ങളെ ചില വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില കോക്കസുകളുടെ മെഗാഫോണായി വർത്തിച്ച് മാറ്റുകയും എന്നിട്ട് രംഗത്ത് വരികയും ചെയ്ത് നമുക്ക് നേരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ കപടമുഖം ഇവിടെ വലിച്ചു ചീന്താൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ ഞാനിന്ന് സംസാരിക്കുന്നില്ല. അനസ് മുസ്ലിയാരെ കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ എൻ്റെ ക്ലിപ്പിങ്ങിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങുകയാണ്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുക. അതാണ് ഇന്നിവിടെ ഇൻഷാ അല്ലാഹ് നടക്കാൻ പോണത്. ഈ മഹത്തായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പവിത്രമായ ആദർശത്തിന് നേരെ ചീറിപ്പാഞ്ഞു വന്ന ഈ വിഷം ചീറ്റുന്ന പാമ്പ് മുവഹിദുകൾക്ക് നേരെ
ഈ വിഷം, ശിർക്കിന്റെ വിഷം കുത്തിവെച്ച ഈ പാമ്പിനെ സഹോദരങ്ങളെ സമൂഹ മധ്യത്തിൽ കൃത്യമായി പിടിച്ചു നിർത്തി അദ്ദേഹത്തിന്റെ തൊലിയിലൂടെ, അദ്ദേഹത്തിന്റെ മജ്ജയിലൂടെ, അദ്ദേഹത്തിന്റെ മാംസത്തിലൂടെ തന്നെ ആ ശിർക്കാരോപണത്തിന്റെ വിഷം ഇറക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇവിടെ അദ്ദേഹം വന്ന് വിശുദ്ധ ഖുർആനിലെ തൗഹീദിന്റെ ആയത്തുകൾ വളരെ ഗംഭീരമായി ഓതുകയും പടച്ച തമ്പുരാന്റെ ഉന്നതമായ മഹത്വങ്ങളെ എടുത്തു പറയുകയും ചെയ്ത് സഹോദരങ്ങളെ ഘോരഘോരം പ്രസംഗിച്ചു. പുതുമയോടുകൂടി ആ വിഷയങ്ങളെ നോക്കിക്കാണുന്ന ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്, മുജാഹിദുകൾക്കിടയിൽ ഒരു വിഭാഗം അങ്ങേയറ്റം പ്രാകൃതമായ വിശ്വാസത്തിലേക്ക് പോവുകയും അവരെ തൗഹീദിന്റെ ആയത്തുകൾ ഓതി തിരിച്ചു കൊണ്ടുവരേണ്ടിയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് തന്നെ വന്നല്ലോ എന്ന്. കാരണം മൂപ്പര പ്രകടനം ആ രൂപത്തിലാ പോയത്. അതെ, ഈ കൊപ്രക്കളത്ത് വന്നിട്ട് നിങ്ങളുടെ പ്രകടനവും കേട്ടിട്ട് ഇനി ഏതെങ്കിലും അന്തംകമ്മികൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരും കൂടി കേൾക്കട്ടെ ഈ അനസ് മുസ്ലിയാർക്ക് നിങ്ങൾ അന്ന് കൊടുത്ത മറുപടി. ഓക്കെ, അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ ഈ കൊപ്രക്കളത്ത് വെച്ചുകൊണ്ട് സാജിദ് തിരൂരങ്ങാടി എന്ന് പറയുന്ന ദുർമന്ത്രവാദി നടത്തിയിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളും കബളിപ്പിക്കലും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളും ഹക്കും ബാത്തിലും കൂട്ടിക്കുഴക്കലും ഒക്കെ നമുക്ക് ഇൻഷാ അള്ളാ വരുന്ന നമ്മുടെ വീഡിയോകളിൽ നിങ്ങൾക്കത് കേൾക്കാം. അള്ളാഹു അത് സത്യം പോലെ അവതരിപ്പിക്കുവാനും ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അത് പ്രസൻറ്റ് ചെയ്യുവാനും സർവശക്തൻ തുണക്കട്ടെ. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.